ആലപ്പുഴ കൈച്ചൂണ്ടിയിലെ രേഷ്മ എന്ന യുവതി കുട്ടിക്കാലം മുതൽ ജീവിതത്തിൽ കുറേ യാതനകൾ നേരിട്ടതാണ്. കാഴ്ച വൈകല്യമുള്ള മാതാപിതാക്കളുടെ മകൾ, അതിന്റെ പേരിലുള്ള പരിഹാസം, വിവാഹം കഴിഞ്ഞ ശേഷം രക്ഷിതാക്കളുടെ കാഴ്ച പരിമിതി പറഞ്ഞ് ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും അപമാനം, സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള പീഡനങ്ങൾ, ഇതെല്ലാം സഹിച്ചുമടുത്ത് കഴിഞ്ഞ സെപ്റ്റംബറിൽ രേഷ്മ ജീവിതം സ്വയം അവസാനിപ്പിച്ചു. സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ ഭർത്താവ് ഡിബിനും ഭർത്തൃപിതാവ് ദിലീപ് കുമാറും ഒളിവിൽ പോയിരിക്കുകയാണ്. എന്നാൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിനെതിരെ അന്ധരായ രക്ഷിതാക്കൾ നീതി തേടി ഇപ്പോൾ സമര പോരാട്ടത്തിലാണ്. ആലപ്പുഴ ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ കാഴ്ച പരിമിതിയുള്ള 50ലധികം പേർ പങ്കെടുത്തു. അതിദയനീയമാണ് ഈ രക്ഷകർത്താക്കളുടെ അവസ്ഥ. അന്ധരായവർ സ്വന്തം മകളുടെ നീതിക്ക് വേണ്ടി ജില്ലാ പോലീസ് ആസ്ഥാനത്ത് സമരം ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആലപ്പുഴ കലവൂർ സ്വദേശിനിയായ രേഷ്മയെ കൈചൂണ്ടിയിലെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രക്ഷിതാക്കളുടെ കാഴ്ചാ പരിമിതി ചൂണ്ടിക്കാട്ടി അവൾ നിരന്തരം അപമാനിക്കപ്പെട്ടിരുന്നതായി മാതാവ് ഷീല കണ്ണീരോടെ വ്യക്തമാക്കുന്നു. കണ്ണുപൊട്ടിയുടെ മോളെ എന്നൊക്കെ വിളിച്ച് എന്റെ മോളെ ആക്ഷേപിക്കുമായിരുന്നു. എന്റെ മോൾ അന്നേരം പറഞ്ഞിട്ടുണ്ട്, ഇത് ദൈവം തന്നതല്ലേ എന്ന് എന്റെ മോള് പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ നോർത്ത് പോലീസ് ഗാർഹിക പീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. വിവാഹം കഴിഞ്ഞ 7 വർഷത്തിനുള്ളിലാണ് മരണമെന്നതിനാൽ കേസ് ആലപ്പുഴ ഡിവൈഎസ്പിക്ക് വിട്ടു. എന്നാൽ നാളിതുവരെ ഭർത്താവ് ഡിബിൻ, പിതാവ് ദിലീപ് കുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു അന്ധരായ മാതാപിതാക്കളുടെ സമരം. രേഷ്മ മരണത്തിനു മുൻപ് ആക്രമിക്കപ്പെട്ടതായി 3 വയസ്സുകാരിയായ മകളും അപ്പൂപ്പനോടും അമ്മുമ്മയോടും പറഞ്ഞിരുന്നു. കൂടാതെ സ്വർണത്തിന്റെ പേരിലും പീഡനം നടന്നിരുന്നതായി മാതാപിതാക്കൾ പറയുന്നു. ഭജനയ്ക്ക് വന്നപ്പോ കൊച്ചിന്റെ നോർമലായപ്പോ കൊച്ചു പറഞ്ഞു, അച്ഛി അമ്മയുടെ ഫോൺ അടിച്ചു പൊട്ടിച്ചു, അച്ഛൻ അടിച്ചു എന്ന് കൊച്ചു പറഞ്ഞിട്ടുണ്ട്. ഷീലയ്ക്കും ജയരാജനുമൊപ്പം 50ഓളം കാഴ്ചാ പരിമിതരും സമരത്തിനെത്തിയെന്നുള്ളതായിരുന്നു പ്രത്യേകത. ന്യൂസ് 18 ആലപ്പുഴ.